ഹലോ ഗൈസ്, വെൽക്കം ടു ക്രാഫ്റ്റ് ബൈ ട്രിസ. ഷോർട്സ് കണ്ടിട്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറിൻ്റെയാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അടിയിൽ കുറച്ച് ഭാഗത്ത് മാത്രം പശ വെച്ചാൽ മതി, ഒരു സ്ട്രിങ് പോലെ. എന്നിട്ട് നമ്മളത് ഫോൾഡ് ചെയ്യും. പശ ഒന്ന് യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഒട്ടാനായിട്ടും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് പശ മര്യാദയ്ക്ക് പിടിക്കില്ല. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്നൊരു ഫ്ലഫി ഫീൽ കിട്ടാനായിട്ട്. നമ്മൾ പൂവിൻ്റെ ഇതളല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം കുറച്ചൊരു ഫ്ലഫിനെസ് കൂട്ടാനായിട്ട് ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. പിന്നെ ഒരു 60 to 75 ആംഗിളിൽ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ പെറ്റൽസിൻ്റെ സൈസ് കൂടി വരും. പിന്നെ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ ഈസിയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കി വരുമ്പം ഇത്ര ഈസി ആയിട്ടുള്ളൊരു ഫ്ലവർ ആണെന്ന് നമുക്ക് തോന്നില്ല. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ തന്നെയാണിത്. അത് കഴിഞ്ഞിട്ട് എൻഡ്സ് എന്തെങ്കിലും ചെറുതായിട്ട് ജെട്ട് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്ട്രീം എൻഡ് ഒന്ന് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ബേസ് പോലെ ഉണ്ടാക്കണം. എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്, നമ്മളൊരു ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പശ വെച്ചിട്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വൺസ് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പല ടൈപ്പ് ഫ്ലവേഴ്സാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പല ടൈപ്പ് പെറ്റൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ പല ടൈപ്പ് ഫ്ലവർ ഉള്ള പോലെ നമുക്ക് തോന്നും. പിന്നെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഈ ബഡ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.